ലോകത്ത് കണ്ടുവരുന്ന ഏറ്റവും നീളം കൂടിയ വിഷപ്പാമ്പാണ് കിങ് കോബ്ര എന്ന രാജവെമ്പാല. രാജവെമ്പാലയുടെ പ്രധാന ആഹാരം മറ്റു പാമ്പുകളാണ്. മൂർഖനുമായി ഇവയുടെ ഏക സാമ്യം പത്തി വിടർത്താനുള്ള കഴിവ് മാത്രമാണ്. മറ്റുരകങ്ങളെയും എലി, അണ്ണാൻ പോലുള്ള ജീവികളെയും ഇവ ചിലപ്പോൾ ഭക്ഷണമാക്കാറുണ്ട്. ഇന്ത്യയുടെ ദേശീയ ഉരഗമാണ് രാജവെമ്പാല. ഇവ വംശനാശ ഭീഷണിയിലാണ്. ഈ കാണുന്ന രാജവെമ്പാല ട്രിവാൻഡ്രം സൂവിലെയാണ്. ഇവിടെ 3 രാജവെമ്പാലയുണ്ടായിരുന്നു, 2 മെയിലും 1 ഫീമെയിലും. ഇവയുടെ ശരാശരി നീളം 13 അടിയാണ്. പൂർണ്ണ വളർച്ചയെത്തിയ രാജവെമ്പാലയുടെ 18 അടി വരെയുള്ള രാജവെമ്പാലകളുണ്ട്. കേരളത്തിൽ മാക്സിമം 16 അടി വരെയുള്ള രാജവെമ്പാലയാണ് കണ്ടുവന്നിട്ടുള്ളത്. ഇവയുടെ ഭാരം ഏകദേശം 6 കിലോയോളം വരും. സാധാരണ ആയുർദൈർഘ്യം കൂടുതലാണ് രാജവെമ്പാലയ്ക്ക്. ഏകദേശം 20 വർഷത്തിനടുത്ത് വരെ ഇവർക്ക് ആയുർദൈർഘ്യം ഉണ്ടാവാറുണ്ട്. കറുപ്പും വെളുപ്പും ബാൻഡുകളുള്ള ഒലിവ് പച്ച നിറത്തിലുള്ളതാണ് ഈ രാജവെമ്പാലയുടെ സ്കിൻ. ഇന്ത്യക്ക് പുറമെ ബംഗ്ലാദേശ്, മ്യാൻമാർ, കംബോഡിയ, തായ്ലൻഡ്, ചൈന തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം ഈ രാജവെമ്പാലയെ കാണാം. കർണാടകത്തിലും രാജവെമ്പാലയെ കാണാറുണ്ട്. ഇതിൻ്റെ നാവ് കറുത്തതാണ്. മേൽത്താടിയിൽ ഇതിന് 2 പാങ്ങുകളുണ്ട്. ഇതിൻ്റെ വിഷം ഒരാനയെ കൊല്ലാൻ പോലും ശേഷിയുള്ളതാണ്. വെറും 4 മരണങ്ങളാണ് ഇന്ത്യയിൽ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിലൊന്ന് തിരുവനന്തപുരം മൃഗശാലയിലെ ജീവനക്കാരനായ ഹർഷാദിൻ്റെ ആയിരുന്നു. ഈ രാജവെമ്പാലയുടെ എൻക്ലോഷർ വൃത്തിയാക്കാൻ കയറിയപ്പോൾ വിസർജ്യങ്ങൾ നീക്കം ചെയ്യുന്നതിനിടയിൽ രാജവെമ്പാല കടിക്കുകയായിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എത്തിച്ചതെങ്കിലും രക്ഷിക്കാനായില്ല. ഇവയ്ക്ക് ഒരു സമയം ഏകദേശം 1.5 ടീസ്പൂൺ വിഷം കുത്തിവെക്കാനുള്ള ശേഷിയുണ്ട്. അത് ഒരാന അഥവാ 20 മനുഷ്യരെ വരെ കൊല്ലാനുള്ള ശേഷിയുള്ളതാണ് ഈ വിഷം. ഈ രാജവെമ്പാലയുടെ വേറൊരു പ്രത്യേകത, അവയ്ക്ക് 100 മീറ്റർ അകലെയുള്ള ഇരകളെ പോലും കണ്ടെത്താനുള്ള ശേഷിയുണ്ട്. സാധാരണഗതിയിൽ അവർക്ക് മനുഷ്യരെ ഭയമാണ്. മനുഷ്യരുമായിട്ടൊരു എൻകൗണ്ടറിന് നിൽക്കാറില്ല. ഇവ മുട്ടയ്ക്ക് കാവലിരിക്കുമ്പോൾ വളരെ അപകടകാരികളാണ്. സാധാരണ കടിയേറ്റാൽ 30 മിനിറ്റിനുള്ളിൽ മരണം സംഭവിക്കാം. ഇവയുടെ വിഷം ന്യൂറോടോക്സിക്കാണ്. ഏറ്റവും കൂടുതൽ കടിയേറ്റിട്ടുള്ളത് പാമ്പ് മന്ത്രവാദികൾക്കാണ്. ഇത് കടിച്ചാൽ വളരെയധികം വിഷം ഉള്ളിൽ ചെല്ലുന്നതിനാൽ ആൻറ്റിവെനത്തിൻ്റെ അളവ് കുത്തിവെക്കേണ്ടത് വളരെ കൂടുതലാണ്. ലോകത്ത് ഇതിൻ്റെ കടിയേറ്റുള്ള മരണനിരക്ക് 50-60% എല്ലാ സമയത്തുമുള്ള കടി വിഷം ഇഞ്ചെക്റ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ രക്ഷപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കേരളത്തിൽ രാജവെമ്പാല കാണപ്പെടുന്നത് 2 മൃഗശാലകൾ, ഒന്ന് തിരുവനന്തപുരവും അതേപോലെ തന്നെ മലമ്പുഴയിലെ പാമ്പ് വളർത്തൽ കേന്ദ്രവുമാണ്. തിരുവനന്തപുരത്ത് 3 രാജവെമ്പാലകളും മലമ്പുഴയിൽ 1 രാജവെമ്പാലയുമാണ് ഉള്ളത്. ഇണചേരലിന് ശേഷം 50-60 ദിവസത്തിനുള്ളിൽ പെൺപാമ്പ് മുട്ടയിടുന്നു. സാധാരണഗതിയിൽ ഇല വെച്ച് ഇവ കൂടുണ്ടാക്കാറുണ്ട്. കൂടുണ്ടാക്കുന്ന അപൂർവം പാമ്പുകളിലൊന്നാണ് രാജവെമ്പാല. സാധാരണഗതിയിൽ മരത്തിൻ്റെ അടിയിലാണ് ഇവ കൂടുണ്ടാക്കുന്നത്. വിരിഞ്ഞിറങ്ങുന്ന കുറച്ച് കുഞ്ഞുങ്ങളുടെ പോലും വിഷം വളരെ ശക്തമാണ്. ഇവയെ കാണുന്ന കർണാടകയിലെ സ്ഥലമാണ് അഗൂബെ കാടുകൾ. ഇവിടെ മഴക്കാടുകളാണുള്ളത്. ഇവിടെ രാജവെമ്പാലയെ ധാരാളമായി നമുക്ക് കാണാൻ സാധിക്കും. തായ്ലൻഡിലെ കോങ്സാങ് എന്ന ഗ്രാമത്തിൽ രാജവെമ്പാലയെ വളർത്തുന്നുണ്ട്. അവിടെ കുട്ടികൾ പോലും ഈ രാജവെമ്പാലയെ അനായാസേന കൈകാര്യം ചെയ്യുന്നുണ്ട്. അവ ടൂറിസ്റ്റുകൾക്ക് കാണിച്ചു കൊടുത്ത് അവർ പണം ഉണ്ടാക്കാറുണ്ട്.
മനുഷ്യരുമായി വളരെയധികം ഇൻട്രാക്ഷൻ ഒന്നും ഇല്ലാത്തതിനാൽ നമുക്ക് ഭയക്കേണ്ട ഒരു പാമ്പല്ല രാജവെമ്പാല.